ബൂസ്റ്റ് നമുക്ക് കലക്കി കുടിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. ആദ്യം തന്നെ നമുക്കൊരു ബൗളും ഇതുപോലെ ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദയും ആ ഒരു ബേക്കിംഗ് പൗഡർ മാത്രം ഇതുപോലെ 3 തവണ അരിച്ചിട്ട് ബൂസ്റ്റ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കാരണം ഇതുപോലെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ തരി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 3 എഗ്ഗിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ എഗ്ഗിൻ്റെ വൈറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഒന്ന് വൈറ്റ് കളറിലായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 3/4 കപ്പ് ഷുഗർ പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഓരോ എഗ്ഗിൻ്റെ യോക്കും ഒരു തവണ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു 3/4 ടീസ്പൂണോളം വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പൈനാപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒന്ന് അരച്ച് ഒരു തവണയും കൂടെ അരച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടി ഈ ഒരു വിസ്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് കുറവായിരിക്കും. 6 ഇഞ്ചിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് 180 ഡിഗ്രിയിൽ ഒരു 25 to 30 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ.